ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്നവരാണ് നിങ്ങൾ. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുമ്പോൾ അതൊരു മോശമായ കാര്യമാണ്. എന്നാലും നിയമപ്രകാരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുകയാണെങ്കിൽ IPC 450 പ്രകാരം 500 രൂപ ഫൈനും അതുപോലെ തക്കതായ ശിക്ഷയും ഉണ്ട്. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയിട്ട് ഫുഡ് അടിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടത് ഇവിടുത്തെ കോടതി നിയമം. ഇനി ഇസ്ലാമിക് പരമായിട്ട് മതപരമായ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് മുസ്ലിമീങ്ങളോട് മാത്രമാണ് കേട്ടോ. ഇസ്ലാമിക നിയമപ്രകാരം മറ്റൊരാളുടെ സൽക്കാരത്തിൽ പോയി ഭക്ഷണം കഴിക്കല് തനാവലു ത്വഅമുഹു ബിഗൈരി ഇസ്നിഹി വരിദാഹു, അദ്ദേഹത്തിന്റെ പെർമിഷനോ തൃപ്തിയോ കൂടാതെ ആ ഫംഗ്ഷനിൽ പോയിട്ട് അവിടെ ക്ഷണിക്കപ്പെട്ടവരോട് കൂടെ ഭക്ഷണം കഴിക്കൽ പക്ക ഹറാമാണ്, അതായത് നിഷിദ്ധമാണ്. ബിഗൈരി ഇസ്നിഹി വ ഇൽമിഹി വരിദാഹു, അതായത് അദ്ദേഹത്തിന്റെ തൃപ്തിയോ അദ്ദേഹത്തിന്റെ അറിവോ അദ്ദേഹത്തിന്റെ സമ്മതമോ കൂടാതെ. അപ്പോൾ ഈ മൂന്നാലൊരു കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇൽമ്, റിള, ഇസ്ന്, സമ്മതം, അറിവ്, തൃപ്തി. ആരുടേതാണോ കല്യാണം അവരുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അവരുടെ തൃപ്തി വേണം, അല്ലെങ്കിൽ അവർക്ക് അറിവുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഹംബലി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും പക്ക ഹറാമാണെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലും മുതബാദിറു മിനൽ ഖൗല്, ഓൾമോസ്റ്റ് പണ്ഡിതന്മാരും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിലെ പ്രമുഖനായ റംലി ഇമാമെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇദാ തകററ എന്നാണ്. അതായത് ഒരു വ്യക്തി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ എല്ലാ കല്യാണങ്ങൾക്കും ഒരു മുടക്കില്ലാതെ ഒന്നും ഓനെ ക്ഷണിച്ചിട്ടും ഉണ്ടാവില്ല, എല്ലാ കല്യാണത്തിലും ക്ഷണിച്ച ആൾക്കാർ വരുന്നതിനേക്കാളും കൂടുതൽ ഓനാ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചിട്ട് ഫാസിക്കായി പോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സീരിയസ് ഗൗരവമുള്ള കേസാണ്. ഇസ്ലാം മത വിശ്വാസികൾക്കും അവരുടെ മതത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മറ്റു മതങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.